മഞ്ജു ആ പാട്ടുകൾ ട്രാക്ക് പാടിയിട്ടുള്ള ആളാണ്. മാത്രമല്ല ആ പാട്ട് സ്ട്രെയിറ്റ് ആക്കുകയും ചെയ്തു. കാസറ്റിൽ വന്നിട്ടുണ്ട്. മോള് വരും, ആ മൈക്കൊന്ന് കൊടുക്കാം മഞ്ജുവിന്. ഇത് മഞ്ജു മേനോൻ, പാലക്കാട്ടുകാരിയാണ്. ഈ കാര്യം പറയുമ്പോഴുള്ളൊരു ഇതാണ്. ഈ പാട്ട്, അതായത് ആദ്യത്തെ പാട്ട് ഞാൻ കമ്പോസ് ചെയ്യുന്നത് അത് അദ്ദേഹത്തിൻ്റെ പിറന്നാളിൻ്റെ ദിവസമാണ്. അദ്ദേഹത്തിനോട് പോലും എനിക്ക് പറയാൻ പറ്റിയിട്ടില്ല. ആദ്യത്തെ പാട്ട് ദേശാടനത്തിലെ കളിവീട് ഉറങ്ങിയല്ലോ എന്നുള്ള പാട്ട് ഞാൻ എഴുതിയിട്ട്, പിന്നെ പല്ലവി എഴുതി കഴിഞ്ഞിട്ട് കളിവീടുറങ്ങിയല്ലോ എന്ന് കമ്പോസ് ചെയ്തിട്ട്, പല്ലവി കമ്പോസ് ചെയ്തിട്ട് ഞാൻ എൻ്റെ മോൻ ദീപുണ്ട്, ദീപു ചെറിയ മോൻ, അന്ന് 10 വയസ്സേ ഉള്ളവന്, അവൻ്റെ ഞാൻ കൊടുത്തു വെച്ചു എൻ്റെ ഭാര്യ കേൾക്കാൻ വേണ്ടി. അവളിങ്ങനെ കേട്ടിട്ട് ഇങ്ങനെ കണ്ണിങ്ങനെ നിറഞ്ഞു. ഇന്ന് എന്നോട് അനുഭവം പറഞ്ഞപ്പോൾ അടുക്കളയിൽ നിന്ന് അവൻ വന്ന് എന്നോട് പറഞ്ഞു, അമ്മ കണ്ണ് നിറഞ്ഞിട്ടുണ്ട് എന്ന്. ബാക്കി കൂടി ഞാൻ എഴുതി ഫുൾ കമ്പോസ് ചെയ്തിട്ട്, അന്ന് സ്റ്റുഡിയോയിൽ മഞ്ജു ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട്, അന്ന് സ്റ്റുഡിയോയിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇത് ചെറിയൊരു ടേപ്പ് റെക്കോർഡിലെടുത്തു. മോള് അന്ന് പാടിയ പാട്ട് മോളൊന്ന് പാടും, അത് അതേ ശബ്ദത്തിൽ കേൾക്കാം നിങ്ങൾക്ക്. ഒന്ന് പാടിയ മോളെ, അതിനൊരു പുതുമയുണ്ടാവും. കളിവീടുറങ്ങിയല്ലോ, കളിവാക്കുറങ്ങിയല്ലോ, ഒരു നോക്കു കാണുവാനിൻ ആത്മാവു തേങ്ങുന്നല്ലോ, തഴുകുന്ന തിരമാലകളെ, ചിരിക്കുന്ന പൂക്കളെ, തഴുകുന്ന തിരമാലകളെ, ചിരിക്കുന്ന പൂക്കളെ, അറിയില്ല നിങ്ങൾക്കെന്തേ അടങ്ങാത്ത ജന്മദുഃഖം, കളിവീടുറങ്ങിയല്ലോ. ഇതിന് വേറെ പാട്ടുകൾക്കൊന്നുമില്ലാത്തൊരു പ്രത്യേകതയുണ്ട്. ഇതിൻ്റെ അനുപല്ലവിക്ക് തൊട്ട് മുമ്പെയാണ് ഹമ്മിങ് വരുന്നത്. സാധാരണ എപ്പോഴും പാട്ടിൻ്റെ തുടക്കത്തിലാണ് വരുന്നത്. പക്ഷേ അതിൻ്റെ വികാരത്തിൻ്റെ ഒരു വേലിയേറ്റത്തിന് വേണ്ടി ഞാൻ ഹമ്മിങ്ങിന് തൊട്ടാണ് വെച്ചത്. അത് പാടിയ മോളെ. അതേപോലെ അത് കഴിഞ്ഞിട്ട് ഞാൻ യാത്രയായി എന്നുള്ള പാട്ട്, ശരിക്കത് ഭാഗവതത്തിൽ ഈ ശ്രീശുഖനും വ്യാസനും, വേദവ്യാസൻ്റെ മകനാണല്ലോ ശ്രീശുഖൻ. അപ്പോൾ ഭാഗവതത്തിലൊരു ശ്ലോകമുണ്ട്. ആ ശ്ലോകം ഞാൻ കൂടുതൽ പഠിക്കാനിടയായത് ഗുരുസാഗർ എന്ന് പറഞ്ഞ ഇദ്ദേഹത്തിൻ്റെ, നമ്മുടെ പിന്നെ ഒ വി വിജയൻ്റെ, അത് പ്രൂഫ് വായിച്ച ഞാനായിരുന്നു. വൈശാഖ സാറിൻ്റെയൊക്കെ കഥകൾ ഞാൻ പ്രൂഫ് വായിച്ചിട്ടുണ്ട് മാതൃഭൂമിയിൽ. അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇവരായിട്ടൊക്കെ എനിക്ക് ബന്ധമുണ്ട്. അപ്പോൾ അതിൽ ഈ ഗുരുസാഗരത്തിൽ പറയുന്നുണ്ട്, പിന്നെ യം പ്രപുരജന്തം അനുവേദം അപേദകൃത്യം ദ്വൈപായനോ വിരഹകാതര ആദിഭാവാണ്. അപ്പോൾ വിരഹകാതര മോനെ എന്ന് വിളിച്ചു പോയതാണ്. എല്ലാം അറിയുന്ന വ്യാസൻ ഒരു കുട്ടി വീട് വിട്ട് ഇറങ്ങി പോകുമ്പോൾ മോനെ എന്ന് വിളിച്ചു പോയി. അപ്പോൾ ആ കുട്ടിയല്ല തിരിച്ച് സംസാരിച്ചത് ഇലകളായിരുന്നു എന്നാണ്. അതാണ് ആ ഓർമ്മയിലാണ് ഞാൻ വാസ്തവ ഈ പാട്ടുണ്ടാക്കിയത്. യാത്രയായിരുന്നല്ലോ പാട്ട്. ഒന്ന് പാടിയ മോളെ. ശുദ്ധനാമുന്നിതൻ ദേശാടനവേളയായി അനുഗ്രഹിക്കൂ അമ്മേ, അനുഗ്രഹിക്കൂ, അനുവദിക്കൂ, പോവാൻ അനുവദിക്കൂ. ഇതും അതുപോലെ എൻ്റെ ഭാര്യയെ ഞാൻ കേൾപ്പിച്ചു.
അവൾ നല്ലൊരു ശ്രോതാവാണ്. അവളെ ഹൃദയപൂർവ്വം എന്നെ വിളിച്ചു അടുക്കളയിൽ നിന്ന്. ഗംഭീരമായിട്ടുണ്ട് പറഞ്ഞു. അതിന് ചരണം കൂടി എഴുതി ഞാൻ അവളെ വീണ്ടും കേൾപ്പിച്ചിട്ട് ഞാനത് പിന്നെ സ്റ്റുഡിയോയിൽ കൊടുത്തു. ഒരേ ദിവസമാണ് 3 പാട്ടുകൾ റെക്കോർഡ് ചെയ്ത് ട്രാക്ക്. നാവാമുകുന്ദഹരെ അതും മഞ്ജുവും എൻ്റെ മോനും കൂടി കുഞ്ഞുമോനും കൂടി പാടിയത്. ഇപ്പം 40-45 വയസ്സായി, 43 വയസ്സായി. അവന് 10 വയസ്സേ ഉള്ളൂ അന്ന്, അതായത് 33 കൊല്ലം മുമ്പ്. അന്ന് മഞ്ജുവിനും ഇതുവരെ ചെറിയ കുട്ടിയാണ്, ഡിഗ്രി പഠിക്കുന്നത്. ഇവിടെ ചിറ്റൂർ കോളേജിൽ പഠിക്കുന്ന സമയത്താണ്. ഒക്കെ ചെറിയ കുട്ടികളാണ്. ഇവരൊന്നും ഞാൻ പരീക്ഷണത്തിന് വേണ്ടി പാടിച്ചതാ. ഇന്നിപ്പോൾ അതൊന്നും ഇല്ലല്ലോ. അന്ന് ആദ്യമായിട്ട് നമ്മുടെ കേരളത്തിൽ നിന്ന് കംപ്ലീറ്റ് വർക്ക് ചെയ്ത കേരളത്തിൽ കോഴിക്കോട് കംപ്ലീറ്റ് വർക്ക് നടന്നിട്ടുള്ള ആദ്യത്തെ മലയാള ഫിലിം എൻ്റെ ഈ ദേശാടനം. ആ, അവിടുത്തെ കലാകാരന്മാരെ മുഴുവൻ ജനം അംഗീകരിക്കുകയും ഈ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് പാട്ട് ഞാൻ മദ്രാസിൽ കൊണ്ടുപോയി ദാസേട്ടനെ കൊണ്ട് പാടിക്കുകയും ചെയ്തു. അതാണ് ഇത്. ഈ ഇദ്ദേഹത്തിൻ്റെ കഥ പറയാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും പറയാൻ കാരണം.